ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു സെന്റൻസ് ഇപ്രകാരമുണ്ട്: ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമാണ്. ജീവൻ എങ്ങനെ ഉണ്ടായെന്നും ഭൂമി എങ്ങനെ ഉണ്ടായെന്നും മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നും വെളിച്ചങ്ങൾ എങ്ങനെ ഉണ്ടായെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം പറയുന്നു, ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. ദൈവം നല്ല ഉദ്ദേശത്തിനു വേണ്ടി മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കി കളഞ്ഞ് അന്ധകാരം അതിൻ്റെ മേൽ വ്യാപിപ്പിച്ച് അതിൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് പിശാച് ആയിരിക്കുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടെ ആരംഭിച്ച പലതും ഇന്ന് വെളിച്ചം കാണാതെ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി തീർന്ന് ഒന്നിനും കൊള്ളാത്തതായി തീർന്ന അവസ്ഥയിൽ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇനി ഒരു വിടുതലുണ്ടോ? ഇനി ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയുമോ? എല്ലവും കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കത്തക്ക നിലവാരത്തിൽ ആയിരിക്കുന്ന പല വിഷയങ്ങളുടെയും മേളിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറച്ചു പറയാം: ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കി കളഞ്ഞിട്ട് അതിൻ്റെ മേൽ ഇരുട്ടുകൊണ്ട് അധികാരം സ്ഥാപിച്ച് അതിൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ടായിരുന്ന പൈശാചിക മണ്ഡലങ്ങൾ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഇരുള് സ്വയമേ അവിടെ നിന്ന് മാറിപ്പോകുവാനിടയായി തീർന്നു. പിന്നീട് താഴേക്കുള്ള വാക്യങ്ങൾ ഓരോന്നും പറയുന്നത് ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട് ഓരോന്നിനെയും സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: ദൈവം ചിലത് അവിടെ പുതിയതായി സൃഷ്ടിപ്പാനിടയായിത്തീരും. ശൂന്യമെന്ന് നീ കരുതുന്ന നിന്റെ വിഷയത്തിൻ്റെ മേൽ, നഷ്ടപ്പെട്ടുപോയി എന്ന് നീ കരുതുന്ന നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ചില പുതിയതായിട്ടുള്ള തുടക്കങ്ങൾ, ചില പുതിയ ഉൽപ്പത്തികൾ ദൈവം നിനക്ക് നൽകി തരുവാനിടയായിത്തീരും. നീ അത് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് ആ വാക്ക് നീ ഏറ്റെടുക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ വിഷയത്തിൻ്റെ മേൽ പരിവർത്തിക്കട്ടെ, പ്രവർത്തിക്കട്ടെ. അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുന്ന, ഭാവി കാണാൻ കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം പുതിയതായി നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പരിവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.